ഞാൻ പോകും എന്നൊക്കെ പറഞ്ഞിരുന്ന ആളുകൾ ഇന്ന് ഫെബ്രുവരി ആയപ്പോഴേക്കും പഴയ വണ്ടിയിലേക്ക് എന്റെ 5th നേരെ 3rd കയറിട്ടു. ഇതിന്റെ പ്രശ്നം എവിടെ കിടക്കുന്നത് വെച്ചാൽ നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇനി വരാൻ പോകുന്ന സെഷൻ നിങ്ങൾക്ക് ഗംഭീര റിസൾട്ട് തരും. ഐ പ്രോമിസ് യു, ഗംഭീര റിസൾട്ട് തരും. അതായത് ഒരു ദേശാടന പക്ഷി പാറിയോണ്ട് പറന്ന് ഇങ്ങനെ പോകുമായിരുന്നു. പോയിക്കൊണ്ടിരുന്നപ്പോ ഇതിങ്ങനെ പറന്ന് ഒരുപാട് ദൂരത്തു നിന്ന് നമ്മുടെ നാട്ടിലേക്ക് എത്തി. നാട്ടിലെത്തിക്കഴിഞ്ഞ് ഇത് അവിടെയുള്ള ദേശാടന പക്ഷികളൊക്കെയാണ് വൈകുന്നേരം വരെ നന്നായിട്ട് പറന്ന് നടന്നപ്പോ വൈകുന്നേരം ഇവരെല്ലാം ഇവരുടെ വീട്ടിലേക്ക് പറന്നുപോയി. പോയി കഴിഞ്ഞപ്പോ ഈ ദേശാടന പക്ഷിക്ക് കിടന്നുറങ്ങാൻ സ്ഥലമില്ല. അപ്പൊ അതിന് തൊട്ടടുത്തുള്ള ഒരു പക്ഷിയോട് ചെന്ന് ചോദിച്ചു, ഞാൻ ഒരുപാട് ദൂരത്ത് നിന്ന് വന്നതാണ്, ഞാൻ ലണ്ടനിൽ നിന്നല്ല റോമിൽ നിന്ന് വന്ന ആളാണ്, അപ്പോ എനിക്കൊന്ന് കിടന്നുറങ്ങാൻ ഇന്ന് ഈ ഒരു ദിവസം നിങ്ങൾ കൂട്ടിൽ ഒരു ഇടം തരുമെന്ന് ചോദിച്ചു. അന്നേരം അവര് പറഞ്ഞു, വന്നോളൂ ഇവിടെ കിടക്കാം, അതിനെന്താ പ്രശ്നം, രാവിലെ നമ്മൾ ഫ്രണ്ട്സ് ആയതല്ലേ എന്ന് പറഞ്ഞു. അത് കൂട്ടിലേക്ക് പോകുമ്പോൾ അറിയാലോ, ദേശാടന പക്ഷിയുടെ കൂട്ടിൽ കയറുന്ന സമയത്ത് ഭയങ്കര ബാഡ് സ്മെൽ അതിനുള്ളിലുണ്ട്. ഈ സ്മെല്ല് ഭയങ്കര ആയപ്പോഴേക്കും ഇത് വിചാരിച്ചു, ഇല്ല ഇവിടെ കിടന്നുറങ്ങാൻ സാധിക്കില്ല, അതുകൊണ്ട് വേറെ എവിടേക്കെങ്കിലും പോകും, കാരണം ഈ മണവുമായിട്ട് നമുക്ക് സഹിക്കാൻ പറ്റില്ല. ഇത് വേറൊരു കിളിക്കൂട്ടിലേക്ക് ചെന്നു. അവിടെ ചെന്നു പറഞ്ഞു, ഞാൻ ദൂരേന്ന് വന്നൊരു ദേശാടന പക്ഷിയാണ്, എനിക്ക് ഇന്നൊരു ദിവസം അവിടെ താമസിക്കണം, നാളെ രാവിലെ ഞാൻ പോയി കിടക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഒന്നുമില്ല, ഇവിടെ കിടന്നു. അവിടെ കയറി ചെന്ന് കിടക്കാൻ നോക്കുമ്പോഴും അവിടെയും ഭയങ്കര ബാഡ് സ്മെല്ലാണ്, കൂടിൽ കിടന്നുറങ്ങാനുള്ള ഒരു അന്തരീക്ഷമല്ല. ഇത് ഇവിടുന്ന് വീണ്ടും ഇറങ്ങി ഇങ്ങനെ ഒരു സമ്മർദ്ദത്തിൽ, കാരണം കിടന്നുറങ്ങുമ്പോൾ ഈ വൃത്തിയുടെ മണമായിട്ട് ഉറങ്ങാൻ പറ്റില്ലല്ലോ. ഫൈനലി ദൂരെ നോക്കുമ്പോൾ ഒരു അമ്മ, ഒരു കുറച്ച് പ്രായമുള്ള ഒരു ദേശാടന പക്ഷി അവിടെ ഇങ്ങനെ ഇരിക്കുന്നത്, ഒരു കൂട്ടിലിരിക്കുന്നത്. അന്നേരം ഇത് അങ്ങോട്ട് കിളി ഇങ്ങനെ പറഞ്ഞിരുന്നതിന് ശേഷം പറഞ്ഞു, ഞാൻ ദൂരേന്ന് വന്നതാണ്, ഒരു ദിവസത്തേക്ക് ഇന്ന് രാത്രി ഇവിടെ നിന്ന് കിടന്നുകൊണ്ടേന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഇവിടെ കിടന്നു, അതിനെന്താ പ്രശ്നം പറഞ്ഞു. പക്ഷെ അപ്പൊ നിങ്ങളെ ഞാൻ നോക്കുമ്പോ കുറെ കിളിക്കൂട്ടിൽ നിങ്ങൾ ഇങ്ങനെ നടക്കുന്നുണ്ടല്ലോ, എന്താ പ്രശ്നം എന്ന് വെച്ചു. അവിടെ എല്ലാം ചെല്ലുമ്പോഴും അവിടെയൊക്കെ ഭയങ്കര ബാഡ് സ്മെല്ലാണ്, അതുകൊണ്ട് ഉറങ്ങാൻ പറ്റുന്നില്ല. അപ്പൊ പറഞ്ഞു, ഇവിടെ അങ്ങനെയൊക്കെ തന്നെയാണ് സ്മെല്ലൊക്കെ കിടക്കുന്നത്, എന്തായാലും ഒരു കാര്യം ചെയ്യൂ, ഒത്തിരി ദൂരേന്ന് വന്നതല്ലേ, പോയിട്ടൊന്ന് കുളിച്ചിട്ട് വന്നോളൂ, ഒരു പുഴയുടെ അടുത്ത് പോയി നിങ്ങളൊന്ന് കുളിച്ചിട്ട് തിരിച്ചു വന്നു നോക്കൂ, അപ്പോഴേക്കും ഞാൻ ഈ റൂമൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് വെക്കാമെന്ന് പറഞ്ഞു. ഇത് പോയി കുളിച്ച് കഴിഞ്ഞ് തിരിച്ചു വന്നതിന് ശേഷം ഇവിടെ വന്ന് കയറി ഒരു രീതിക്കല്ല ഞാൻ ഈ റൂം ശരിയാക്കി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. വേണമെങ്കിൽ നോക്കിക്കൂടെ. അപ്പൊ ആ സ്മെല്ലെല്ലാം പോയിട്ടുണ്ട്, അവിടെ ഒന്നുമില്ല, സ്മെല്ലൊന്നും ഇവിടെ ഇല്ല. ഇത് ഭയങ്കര ഹാപ്പിയായി. അപ്പൊ പറഞ്ഞു, ഞാൻ കുളിക്കാൻ പോയ സമയത്ത് നിങ്ങൾ ഇതെല്ലാം ക്ലീൻ ചെയ്തില്ലേ എന്ന് ചോദിച്ചു. അപ്പൊ നീ കുളിക്കാൻ പോയ സമയത്ത് ഞാൻ ക്ലീൻ ചെയ്തതല്ല, നീ പോയി കുളിച്ചപ്പോഴാണ് ആ സ്മെല്ല് ശരിക്കും മിക്സ് പോയത്. ഇത് അതുപോലെ തന്നെയാണെന്ന് പറഞ്ഞു. ഇതേപോലെ ഈ ബിസിനസ്സിൽ 1 കോടി സമ്പാദിക്കണമെങ്കിൽ ഇനി ഈ സ്റ്റേജിലേക്കല്ല നോക്കേണ്ടത്, നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കിയാണ്. നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കിയാണ്. ഇവിടെ ഓരോ ദിവസം കിട്ടുന്ന സാധനം വെച്ചിട്ട് നമുക്കിതിനെ പറപ്പിക്കാൻ, നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് നോക്കാതെ നമ്മൾ സ്റ്റേജിലേക്ക് നോക്കിയാലും അപ്പനേനെ നോക്കിയാലും താഴേക്ക് നോക്കിയാലും സൈഡിൽ നോക്കിയാലും ഒന്നും നടക്കില്ല. സ്വന്തം മണം മാറണം ആദ്യം. എന്നിട്ട് നമ്മൾ കളത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്കുണ്ടല്ലോ, നിങ്ങൾക്ക് പിന്നെ അവിടെ നിൽക്കാൻ പറ്റില്ല. ഞാനിത് പറയുന്നത് എന്താ വെച്ചാൽ, ലോകത്തിലെ ഏറ്റവും വലിയ മൊമെന്റുള്ള സമയമാണ് ഇപ്പോൾ. മോട്ടിവേഷൻ ആയിട്ട് എടുക്കട്ടെ. ലോകത്ത് ഓരോ സമയങ്ങളിൽ ഓരോ രാജ്യത്ത് ഓരോ സംഭവങ്ങൾ ഉണ്ടാക്കിയിട്ട് അതിലൊക്കെ ആളുകൾ പൈസ ഉണ്ടാക്കിയിട്ടുണ്ട്. കാർഷിക വിപ്ലവം ഉണ്ടായിരുന്ന കാലത്ത് നിങ്ങൾ ആലോചിച്ചു, ഏറ്റവും കൂടുതൽ പൈസ ഉണ്ടാക്കിയ മനുഷ്യന്മാർ അതില്. ബിസിനസ് വിപ്ലവം ഉണ്ടാക്കിയ കാലത്ത് നിങ്ങൾ ആലോചിച്ചു, ഏറ്റവും കൂടുതൽ ആളുകൾ പൈസ ഉണ്ടാക്കിയ ആ കാലഘട്ടങ്ങളിൽ. കമ്പ്യൂട്ടറിന്റെ വിപ്ലവം വന്ന സമയത്ത് നിങ്ങൾ ആലോചിച്ചു, ഏറ്റവും കൂടുതൽ തരംഗം ഉണ്ടാക്കി പണം ഉണ്ടാക്കി പല മനുഷ്യന്മാരും. ഇനി നിങ്ങളൊരു കാര്യം ഉറപ്പിച്ചോണം, നന്നായിട്ട് ഉറപ്പിച്ചോണം, ലോകത്തെ ഏറ്റവും കൂടുതൽ വിപ്ലവം ഉണ്ടാകാൻ പോകുന്നത് 2 വിപ്ലവങ്ങളാണ്. ഒന്ന് വെൽനസ് റെവല്യൂഷൻ എന്നാണ് അതിന് പേര് പറയുന്നത്. വെൽനസ് റെവല്യൂഷൻ. ഇത് വിപ്ലവം നടക്കും. ഈ വിപ്ലവം നടക്കേണ്ടത് അഭിവാജ്യ ഘടകമാണ്, അനിവാര്യ ഘടകമാണ്. എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. കഴിഞ്ഞ ആഴ്ച ഞാൻ ഇവിടെ കൊച്ചിയിൽ ഒരു ഫേമസ് ആയ ഹോസ്പിറ്റലിന്റെ പേര് ഞാൻ പറയുന്നില്ല, അവിടെ പോയി ഒരു MRI സ്കാൻ എടുക്കാൻ വേണ്ടിട്ട് പോയി. കൊച്ചിയില് 23,000 രൂപയാണ് സാർ ഒരു MRI സ്കാനിന്, 23,000 റുപ്പീസ്. ഞാൻ അവിടെ എടുത്ത് നേരെ കൗണ്ടറിൽ ചെന്ന സമയത്ത് അവിടെ പോയി നിൽക്കുമ്പോൾ അവർ പറയുന്നത് ഇന്നെടുക്കാൻ പറ്റില്ല, അപ്പൊ നാളെ എടുക്കാൻ പറ്റുമോ ചോദിച്ചു. നാളെ പറ്റില്ല, മറ്റന്നാളെ കിട്ടുള്ളൂ. അത്ര ആളുകൾ ക്യൂ ആണ്. ഹോസ്പിറ്റലിന്റെ പേര് നിങ്ങൾ ഈ പരിപാടി കഴിഞ്ഞാൽ ടീ ബ്രേക്കിലൂടെ ഞാൻ പറഞ്ഞു, അല്ലെങ്കിൽ ഇവർക്ക് പോകുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. 2 ദിവസം വെയിറ്റ് ചെയ്യണം, ക്യൂ നിൽക്കുകയാണ് 23,000 ഒരു MRI സ്കാനിന്. ഇതേ ബിൽഡിങ്ങിന്റെ 15ാമത്തെ നിലയിൽ നമ്മൾ കയറി നോക്കി ഇവരെ കാർ പാർക്കിംഗ് നോക്കുകയാണെങ്കിൽ 15,000 കാർ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് ഡോക്ടർമാരുടെ കാറല്ല, രോഗികളുടെ കാറാണ്. ആ ഹോസ്പിറ്റലിന്റെ പേര് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇത് കഴിഞ്ഞ് ഇനിയിപ്പോ റെക്കോർഡ് ചെയ്യാണെങ്കിൽ വേണ്ടില്ല, കുടുങ്ങി അമൃത ഹോസ്പിറ്റൽ എടുത്തോളില്ല. അവിടെ ഒന്ന് പോയി നോക്കൂ. അവിടെ പോയി കഴിഞ്ഞാൽ ഒരു ദിവസം
15,000 18,000 രൂപ കാറ് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പാർക്കിംഗ് ഏരിയ ആണ്. രാവിലെ ചെന്ന് കഴിഞ്ഞാൽ ഈ 15,000 അവിടെയുണ്ട്, ഈ 18,000 മറ്റോടത്തുണ്ട്, ഈ 15,000 വേറെടുത്തുണ്ട്. മനസ്സിലായോ? ഇതിനെത്ര ഒരു MRI സ്കാനിന് 23,000. അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ വന്നു, ഇവിടെ എടപ്പള്ളിയിൽ വന്നാണ് വേറൊരു സ്ഥലത്ത് 2 ദിവസം കഴിഞ്ഞാലേ കിട്ടുള്ളൂ. അവിടെ ചെന്ന് ചോദിച്ചു, വിവിഡ് ഡയഗ്നോസ്റ്റിക് എന്ന് പറയുന്ന സ്ഥലത്ത് പോയി ചോദിച്ചു. അവിടെ ഇതേ സാധനത്തിന് 12,100. സെയിം സാധനം, 1 കിലോമീറ്റർ ഡിസ്റ്റൻസ്. ഇത് കഴിഞ്ഞ് ഞാൻ എന്റെ സിസ്റ്റർ ഹസ്ബൻഡ് അവൻ മഞ്ചേരിയിൽ കൊണ്ടോട്ടിയിൽ 2 MRI സ്കാൻ നടത്തുന്നുണ്ട്. മലപ്പുറത്ത് നിന്ന് വന്നവരൊക്കെ അവരൊന്ന് സഹായിക്കുന്നുണ്ടോ? പോയി അവിടെ പോയി ഒരു അസുഖമില്ലെങ്കിൽ ഒരു MRI എടുത്തില്ല എന്റെ ചെറുക്കിന് വേണ്ടി. അവരോട് ചോദിച്ചു നോക്കിയപ്പോ പറഞ്ഞു 5,000 രൂപ സെയിം സാധനം. മഞ്ചേരിയിൽ 5,000, എടപ്പള്ളിയിൽ 12,100, ഈ സ്ഥലത്ത് 23,000. ഞാൻ പറയുന്നു, വെൽനസ് റെവല്യൂഷൻ അഭിവാജ്യ ഘടകമാണോ അനിവാര്യ ഘടകമാണോ? ഇത് നമ്മൾ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ല മനുഷ്യന്മാർ മുഴുവൻ ഇവിടെ പോകുന്നതിന് പകരം ഈ കൗണ്ടറിൽ പോയി ട്രീറ്റ്മെന്റ് നോക്കും. ഇത് മനസ്സിലാക്കി ഇറങ്ങി കളിക്കുന്നവരാണ് ഇനി കോടീശ്വരനാവാൻ പോകുന്നത്. പോയിന്റ് നമ്പർ 1. പോയിന്റ് നമ്പർ 2 എന്ന് പറയുന്നത്, ഇന്ന് മനുഷ്യർക്ക് എല്ലാവർക്കും സാമ്പത്തികവും വേണം, പൈസ ഉണ്ടാക്കണം. വേറെന്ത് വഴിയാണുള്ളത്? ഒരു വഴിയില്ല. എന്ത് വഴിയുള്ളത്? നിങ്ങൾ ആലോചിച്ചു, ഈ ബിസിനസ് ശരിയായ രീതിയിൽ നിങ്ങളുടെ ശരീരത്തിലെ മണൊന്ന് മാറ്റിക്കഴിഞ്ഞിട്ട് ഈ ബിസിനസ് ചെയ്താൽ ഇൻഡസ് വേയിൽ 1,25,00,000 എല്ലാ വർഷവും തരും. ഒരു ഐഡിയ പ്രേം സാറിന് നമ്മൾ കണക്കിലെടുക്കരുത്. മനുഷ്യൻ പറ്റില്ലാത്ത ആളാണ്. നമ്മളൊക്കെ ഒപ്പൊരുത്തി 1,00,000 രൂപ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഒരുമിച്ച് തുടങ്ങിയത് ഞങ്ങൾ അത് ആലോചിച്ചോ. പടച്ചോ തുറക്കുന്നവരോടൊന്നും. അതായത് ഇത്രയും പൈസ നിങ്ങൾ ഒരു ഐഡി മാത്രം എടുത്തു. ഒരു ഐഡി ബിൽഡ് ചെയ്തപ്പോൾ ഇൻഡസ്ട്രിയിൽ 1,25,00,000 എല്ലാ വർഷവും കിട്ടും. എനിക്ക് 10-11 കൊല്ലായിട്ട് കിട്ടുന്നുണ്ട്. ഇതില് അല്ലേ കേട്ടോ, 7-3-12 ആളാ കൈയടിച്ചത്. ഇവിടെ സ്റ്റൈലിൽ ഞങ്ങൾ കൊച്ചിയിൽ കുശുപ്പ് തരാം, നമ്മുടെ നാട്ടിൽ കുയിന്ത് തരാം. പൈസ ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. അതായത് 1,4 കോടി രൂപ മാസം ഒരു വർഷത്തിൽ വരുമാനം വന്നാൽ ഒരു 25,00,000 രൂപ ചെലവാക്കിക്കോളൂ, 25,00,000 ടാക്സ് അടച്ചോളൂ. എന്നാൽ ഒരു കളിയില്ലാതെ 75,00,000 രൂപ മാറ്റി വെക്കാൻ പറ്റും. ഈ 75,00,000 രൂപ കറക്റ്റ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ അറിയുന്ന അല്ലെങ്കിൽ അറിയുന്ന മെന്റർ ഉണ്ടെങ്കിൽ ഈ 75,00,000 കൊണ്ടുപോയിട്ട് 2 കൊല്ലം കൊണ്ട് അത് 1.5 കോടിയാവും. അത് 4 കൊല്ലം കൊണ്ട് 5 കോടിയായിട്ടുള്ള മെന്റേഴ്സ് ഞങ്ങൾക്കുണ്ട്. അപ്പോ ഒരു കൊല്ലത്തിൽ ഈ സാധനം കിട്ടിക്കഴിഞ്ഞാൽ 10 കൊല്ലം മതി കളം മുഴുവൻ ഒതുക്കാൻ. അത് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരാനുള്ള പരിപാടിയാണ് ഇവിടെ നോക്കേണ്ടതും പഠിക്കേണ്ടതും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇവിടെ സാമ്പത്തിക വിപ്ലവം, വെൽനസ് വിപ്ലവം, ഇത് രണ്ടും കൂടി ജോയിൻ ചെയ്തിട്ട് പറക്കും പരിപാടി. ഇത് പറക്കും പരിപാടി. നിങ്ങൾ ചിന്തിക്കണം, ഇവരൊക്കെ എന്താ ഇത്ര ആത്മാർത്ഥത കാണിക്കുന്നത്? ആലോചിച്ച് നോക്കൂ. ഇവിടെ പലപ്പോഴും റൂബി പേൾ എക്സിക്യൂട്ടീവ് ആണ് ചിന്തിക്കുന്നത്, ഇങ്ങനെയൊക്കെ മതി സാറേ, നമ്മൾക്ക് വേറെ ലെവലിൽ എത്തിയില്ലെന്ന്. ഞാൻ കഴിഞ്ഞ ആഴ്ച നോർത്ത് ഇന്ത്യ പോയ സമയത്ത് ഈ ജീവൻ സാറിന് എന്താ പൈസ ഇല്ലാതിട്ടാണ്. ഇയാൾക്ക് നല്ല വീടുണ്ട് തൃശ്ശൂര്, ഇയാൾക്ക് നല്ല ഓഫീസ് ഉണ്ട് തൃശ്ശൂര്, ഇയാൾക്ക് വണ്ടിയുടെ കളിയാണ്, വണ്ടികളുണ്ട്. ഇതൊക്കെ ഇല്ലാതിട്ടാണ് പിന്നെ നോർത്ത് ഇന്ത്യയിലും നോർത്ത് ഈസ്റ്റിലൊക്കെ പോയി ബിൽഡ് ചെയ്യുന്നത്. പൈസ ഇല്ലാതിട്ടാണ്. ഞാൻ ലാസ്റ്റ് വീക്കിൽ നാഗാലാൻഡ് പോയി പ്രേംജി, അവിടെ ചെന്ന് പോയി ഞാനൊരു പ്ലാൻ കൊടുക്കുമ്പോൾ ഇവന്റെ പേരാ പറയുന്നത്, മേ ജീവൻ സാർ സാത്ത് ഹൂ എന്ന് പറഞ്ഞു. ഞാൻ സിക്കിമിൽ പോയി നോക്കി, എനിക്ക് ആകെ അവിടെ 500 രൂപയുള്ളൂ. അവിടെ ചെന്നപ്പോൾ അവിടെ ഉള്ളവർ പറഞ്ഞു മേ ജീവൻ സാർ സാത്ത് ഹൂ. അത് കഴിഞ്ഞ് ഞാൻ മഞ്ജിൽ പയ്യനോട് ചോദിച്ചു, മിസോറാം എങ്ങാനും വഴിയുണ്ടോ? അങ്ങോട്ട് വന്നിട്ട് കാണില്ല, അവിടെ ജീവൻ സാർ സാത്ത് ഹൂ. ഞാന് അവസാനം അഭിലാഷ് സാറിനോട് പറഞ്ഞു, ബോസേ ഇവരെല്ലാരും ജീവൻ സാറ് സാത്താണെങ്കിൽ എന്റെ ജീവൻ ഇവരെടുക്കും. കണ്ടോ, ഇവര് പൈസ ഇല്ലാത്ത ആളുകളാണോ? അല്ല. നല്ല വീടുണ്ട്, നല്ല ഓഫീസ് ഉണ്ട്, നല്ല കാറുണ്ട്. ഈ സാറിന് പൈസ ഇല്ലാത്ത ആളാണോ? കാറില്ലാത്ത ആളാണോ? നീ ഇതിന്റെ മുകളിൽ എന്ത് കാറ കൊണ്ടുവരാ? അല്ലേ, നീ എന്ത് കാറ കൊണ്ടുവരാ? കാറുണ്ട്, വീടുണ്ട്, എന്നിട്ടും പ്രേം സാർ അവിടെ പോയി വർക്ക് ചെയ്യുന്നത് നോർത്ത് ഇന്ത്യൻ മാർക്കറ്റിൽ പോയി ഇടിക്കുക. എന്താണ് എഴുതി വെച്ചോ നിങ്ങള്? ഇന്ന് 1,00,000 രൂപ വരുമാനം വാങ്ങുന്ന ആളുകളെല്ലാം വരുന്ന 4 കൊല്ലം കൊണ്ട് കോടികളെ കഥ പറയും. അത് ഇവർക്കൊക്കെ നല്ല ബോധ്യമുള്ളത് കൊണ്ടാണ് ഈ
അലി അവിടെ ഡൽഹിയിലാണ് പ്രസംഗിക്കാൻ പോകുന്നത് പ്രൊഫഷണൽ. ആ എന്റെ കമ്പനി ഇട്ടിരിക്കുന്ന ആന്ധ്ര തെലുങ്കാനയിലാണ്. എനിക്ക് ആകെ തെലുങ്ക് പറയാ ചെപ്പണ്ടി ബാബുലാർ. മതിയല്ലോ, ആ രണ്ട് വെച്ചിട്ട് നമ്മൾ ഇവിടെ എത്തില്ല. ഈ രണ്ട് സാധനം കൊണ്ടാണ് ഞാൻ യുദ്ധം ചെയ്യാൻ പോകുന്നത്. എന്തിനാ? പൈസ ഇല്ലാഞ്ഞിട്ടാണോ? സത്യത്തിൽ പറയും, പൈസ ഇല്ലാഞ്ഞിട്ടാണോ? കഴിഞ്ഞ വെള്ളിയാഴ്ച വരെ ഒരു ഐഡിയുടെ കഥയെ ഞാൻ ഈ പറയുന്നത്. ഇങ്ങനത്തെ 2 ID 3 ID 4 ID 5 ID ഒക്കെ ബിൽഡ് ചെയ്യുന്നുണ്ട് ആളുകൾ. ഇവരെല്ലാം ഇത് കാണുന്നതിന്റെ റീസൺ എന്താ വെച്ചാൽ ചില ആളുകൾക്ക് ഈ മതിലിന്റെ അപ്പുറത്ത് എന്താണെന്ന് അറിയില്ല, ചില മനുഷ്യർക്ക്. പക്ഷെ ഇവിടെ ഇരിക്കുന്ന കുറച്ച് ആളുകൾക്കെങ്കിലും അറിയാം ഇതിന്റെ അപ്പുറത്ത് താജ് വിബന്ധന്റെ ഒരു ഗേറ്റ് ഉണ്ട്, അവിടെ നല്ലൊരു മതിലുണ്ട്, അതിന്റെ അപ്പുറത്ത് റോഡ് ഉണ്ട് എന്നറിയാം. ദീർഘവീക്ഷണമുള്ള മനുഷ്യന്മാരാണ് ഇവരൊക്കെ. ദീർഘവീക്ഷണമുള്ള മനുഷ്യന്മാരാണ് ഈ ഡയമണ്ട് ആരോ. അതുകൊണ്ടാണ് ഇവർ വീട് വിട്ടിറങ്ങി പണിയെടുക്കുന്നത്. കാരണം വെൽനസ് റെവല്യൂഷനും സാമ്പത്തിക വിപ്ലവവും രണ്ടും കൂടി ജോയിൻ ചെയ്യുമ്പോഴേക്കും ഞാൻ പറയുന്നു 2030 എഴുതി വെച്ചോളൂ. 2030 നിങ്ങൾ വരുന്ന ഈവന്റിന്, നമ്മുടെ കമ്പനിയുടെ 1000 ഡയമണ്ട്സിന്റെ പ്രോഗ്രാമിന് വരുന്ന സമയത്ത് ഇവിടെ പല മനുഷ്യന്മാരും ഈ ഇരിക്കുന്ന ആളുകളെല്ലാം കോടികൾ എന്ന് പറയുന്നതായിരിക്കും അവരുടെ വരുമാനം. ഇതിന്റെ ബാക്കിലേക്ക് ഇരിക്കുന്ന മനുഷ്യന്മാരെല്ലാം കൂടി ഇവിടുന്ന് ഒരു തീരുമാനം എടുക്കുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും മിനിമം 4 കൊല്ലം കൊണ്ട് ബ്ലാക്ക് ഡയമണ്ട് അംബാസഡർ എന്ന് പറയുന്ന ഈ ഒറ്റ കാര്യം ഉള്ളിലേക്ക് നോക്കുക. നിങ്ങളെ സ്പെല്ലിനെ ഇന്ന് മാറ്റിയ മാർക്കറ്റിലേക്ക് ഇറങ്ങുക. മാർക്കറ്റിൽ ഒന്നുമില്ല മൈ ഫ്രണ്ട്സ്. കാസർഗോഡ് മുതൽ നിങ്ങൾ ട്രിവാൻഡ്രം വരെ നിങ്ങൾ ഇറങ്ങി നോക്കുകയാണെങ്കിൽ ഏത് കമ്പനിയുടെ ആളോട് നിങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ ഇൻഡസ്ട്രിയുടെ കോമ്പൻസേഷൻ പ്ലാൻ പോലെ, ഇൻഡസ്ട്രിയുടെ റിവാർഡ് പോലെ ഈ ലോകത്ത് കേരളമുണ്ട്. നിങ്ങൾ ഈ ലോകത്ത് ഒരു കമ്പനി ഇല്ല. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കമ്പനി അറിയാൻ പറ്റുമോ? ഏതെങ്കിലും ഒരു കമ്പനി അറിയാൻ പറ്റുമോ? 1 കിലോ ബാർ 1 കിലോ സ്വർണം കൊടുക്കുന്ന ഏതെങ്കിലും ഒരു കമ്പനി അറിയോ? എന്റെ പറയും, ഞാൻ ഈ പരിപാടി ഇന്ന് നിർത്തും. ഏതെങ്കിലും ഒരു കമ്പനി ഉണ്ടോ? ഇല്ല, ഇല്ല, വേണ്ട. ഏതെങ്കിലും ഇന്ത്യയിലെ ഒരു കോമ്പൻസേഷൻ പ്ലാൻ പറയുന്നുണ്ടോ? പോർഷയുടെ കാർ കൊടുക്കുന്നുള്ളത് ഏതെങ്കിലും ഒരു കോമ്പൻസേഷൻ പറയുന്നുണ്ടോ? എനിക്കറിയില്ല. ഇക്കാക്ക് 25 കൊല്ലം ഈ പരിപാടി ഫീൽഡിലുണ്ട്. 1-2 കൊല്ലം ഇവിടെ ഇരിക്കുന്ന ചെറിയ കുട്ടികളൊക്കെ ഫോട്ടോ എടുക്കാൻ വരുമ്പോ ജനിക്കണീനെ കൊണ്ട് ഞാൻ ഈ ഫീൽഡിൽ അറിയില്ല. ഞാൻ പറയാം നിങ്ങളോട്, ഞാൻ പറയുന്നത് 25 വർഷത്തെ എക്സ്പീരിയൻസിൽ പറയാണ്. ഒരു പോർഷെ കാർ കൊടുക്കുന്ന ഒരു കമ്പനി, 1 കിലോ സ്വർണം കൊടുക്കുന്ന ഒരു കമ്പനി, ബുർജ് ഖലീഫിൽ ഒരു വീട് കൊടുക്കുന്ന കമ്പനി, അത് ഇൻഡസ്ട്രി മാത്രമേ ഉള്ളൂ. വേറൊരു കമ്പനി ഇല്ല. നേരെ ആഞ്ഞു പിടിക്കുക. എന്താണോ ഇനി പ്രേം സാർ പറയാൻ പോകുന്നത്, ഈ സംഭവം നിങ്ങളുടെ നെറ്റി തട്ടി താഴേക്ക് വിടരുത്, ഉള്ളിലേക്ക് എടുക്കുക, എന്നിട്ട് ഇറങ്ങുക. എന്നിട്ട് പറ്റുന്നുണ്ടെങ്കിൽ പോർഷയുടെ ഷോറൂമിന്റെ മുന്നിൽ പോയിട്ട് ഒന്ന് ഉള്ളിലേക്കൊക്കെ ഒന്ന് കയറുക. ഒരു നമ്മുടെ സമയം നന്നായതുകൊണ്ടാണ് പ്രൈസും കുറഞ്ഞിട്ട്. പ്രൈസ് കുറഞ്ഞിട്ട് ഇവിടെ സമയം നന്നാവുമ്പോൾ എല്ലാം കൂട്ടത്തോടെ വരികയാണല്ലോ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും വരുന്ന വർഷങ്ങളിൽ, അതായത് ഈ വരുന്ന 2026 ഈ ഇരിക്കുന്ന ആളുകൾ എല്ലാവരും ഇതിൽ ഒരു മാറ്റം, വലിയ മാറ്റം നിങ്ങളുടെ റാങ്കിൽ ജമ്പ് ചെയ്ത് നമ്മുടെ കമ്പനിയുടെ ടൗൺ ഹാള് നടക്കുന്ന സമയത്ത് റാങ്ക് ജമ്പ് ചെയ്ത് നിലവിലുള്ള റാങ്ക് എന്തുമായിക്കോട്ടെ ഈ റാങ്ക് ജമ്പ് ചെയ്ത് നിങ്ങൾ ടൗൺ ഹാളിലെ മലേഷ്യയിൽ വന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ ഇതുപോലൊരു സ്റ്റേജിൽ നമ്മൾ ആവേശം കാണിക്കും. ബൈ ബെസ്റ്റ് വിഷസ് ആൻഡ് ഗോഡ് ബ്ലെസ്.